ഹായ് ഗൈസ്, ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് പാകിസ്ഥാൻ ഇപ്പോൾ ഇസ്രായേലിന്റെ മുതുകിൽ കുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ഓഷ്യനിൽ അമേരിക്കയുടെ B2 ബോംബർ കൊണ്ടുവന്ന് നിർത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ പരമാവധി സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നലെ ഇറാനിലുള്ള ഹയർ ഓഫീസേഴ്സിനും അതുപോലെ തന്നെ അത് ആർമിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർക്കെല്ലാം ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് പാസ് ചെയ്യാൻ. അപ്പോൾ ഈ മെസ്സേജ് കാണുമ്പോൾ മറ്റുള്ള ലോകത്തിലുള്ള ആൾക്കാരെല്ലാം ചിരിക്കുകയാണ്. കാരണം ഇറാൻ ഇനിയും പഴയ കാലത്ത് നിന്ന് വന്നിട്ടില്ലേ എന്നുള്ളത്. അപ്പോൾ മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ആർമിയിൽ ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, IRGC, അതുപോലെ തന്നെ അവരുടെ പോലീസ് ഫോഴ്സ്, സയന്റിസ്റ്റ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആൾക്കാർക്കെല്ലാമാണ് ഈ മെസ്സേജ് കൊടുക്കുന്നത്. അതായത് ഇനി വാട്സപ്പ് ഉപയോഗിക്കരുത്, അതുമാത്രമല്ല പബ്ലിക് നെറ്റ്വർക്കും നിങ്ങൾ ഉപയോഗിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അതായത് ഇറാന്റെ പ്രോക്സിയായ ഹിസ്ബുള്ളനെ അതായത് കംപ്ലീറ്റ് ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഇങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ട് ഇല്ലാണ്ടാക്കിയ ആൾക്കാരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ ഇത്രമാത്രം അഡ്വാൻസ് ടെക്നോളജി ഇരിക്കുമ്പോൾ ഇപ്പോഴും അവർ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് എത്രമാത്രം പൊട്ടത്തരമാണ്. അതായത് ഇതിലൂടെയെല്ലാം തന്നെ സിമ്പിളായിട്ട് മൊസാദും ഇസ്രായേലും കൊണ്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ട്രാക്കിങ്ങിൽ തന്നെയാണ് ഒറ്റ ദിവസം കൊണ്ട് അവരുടെ ടോപ്പ് ലെവൽ ഓഫ് നേതാക്കളെല്ലാം ഇല്ലാണ്ടായത്. നമ്മൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരുന്നു, അതായത് ഇറാൻ ഡെപ്യൂട്ടി ആൾക്കാരെ പുതിയതായി നിയമിച്ചു എന്നുള്ളത്. ഇന്നലെ വീണ്ടും വന്ന ന്യൂസ് എന്താ വെച്ചാൽ, അതായത് ആ ഡെപ്യൂട്ടിയായി പുതിയതായി അപ്പോയിന്റ്മെന്റ് ചെയ്ത ഓരോ ആൾക്കാരെയും തീർത്തിരിക്കുന്നു. അപ്പോൾ അവരുടെ നേതാക്കളെല്ലാം തീർന്നു കഴിഞ്ഞിട്ട് ഇനി വാട്സപ്പ് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് എന്ത് കാര്യമാണ്? അതായത് തുടക്കത്തിൽ തന്നെ പരമാവധി ഇത്രമാത്രം അഡ്വാൻസ് ആയിരിക്കുന്ന മൊസാദിന്റെ അടുത്ത് ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് ഡിവൈസ് കൊണ്ടുപോയി ഉപയോഗിക്കരുതായിരുന്നു. പക്ഷെ ഇനി അതെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇനി ഇറാൻ ചെയ്യാൻ പറ്റിയൊരു കാര്യം, പരമാവധി വേണമെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസ് തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് വല്ല പേപ്പറിലൊക്കെ എഴുതി കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇലക്ട്രോണിക് ഡിവൈസ് കൃത്യമായി മൊസാദ് ഹാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് അത് ഓരോ ആൾക്കാരെയും ഓരോ ബെഡ്റൂം വെച്ചിട്ട് മാത്രമാണ് അവർ അറ്റാക്ക് ചെയ്തത്. ഒരു ഫ്ലാറ്റിൽ ഒരേ ഒരു ബെഡ്റൂം. അപ്പോൾ അവരെവിടെയാണ് ഇരിക്കുന്നത്, ഏത് ഫ്ലാറ്റിലാണ് ഇരിക്കുന്നത്, ഉള്ള കാര്യങ്ങളെല്ലാം മൊസാദിന്റെ അടുത്ത് കൃത്യം ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രംപ് പുതിയ ട്വീറ്റുമായി വന്നിരിക്കുന്നത്. അതായത് ട്രംപിന്റെ ട്രൂത്ത് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ, അതായത് ഓരോ മണിക്കൂറിനും ഓരോ പുതിയ ട്വീറ്റാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത്, ആയിദുൽ കൊമേനിയെ കൊല്ലാൻ ഞങ്ങൾക്ക് പറ്റാത്തതല്ല, പക്ഷെ ഞങ്ങൾ ഇത് വിട്ടിരിക്കുകയാണ്. അതായത് എത്ര ദിവസം പോകാമെന്ന് നമുക്ക് നോക്കാം. അതായത് ഇറാന്റെ അടുത്ത് ഇപ്പോൾ ഓപ്പണായി പറഞ്ഞിരിക്കുന്നു, സറണ്ടർ ആവുക. അതായത് ഒരു ഡിമാൻഡും ഇല്ലാതെ പട്ടിയെ പോലെ സറണ്ടർ ആവുകയാണെങ്കിൽ ഞങ്ങൾ വെറുതെ വിടാം, അല്ലെങ്കിൽ ഇതിലും വലുതായിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് കാത്തുവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനിലുള്ള തെഹ്റാനിലുള്ള ജനങ്ങളോടെല്ലാം തന്നെ വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്നലെ ട്രംപ് ആവശ്യപ്പെട്ടു. അതിനെ തുടർന്ന് അത് കഴിഞ്ഞ് 3 ദിവസമായിട്ട് എല്ലാവരും വെക്കേറ്റ് ചെയ്യുക. കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് കൂടുതൽ ആൾക്കാരും വെക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാം പറയുന്നത്, അതായത് 1 കോടി ജനങ്ങളോളം തെഹ്റാനിലുണ്ട്. ഇവരെല്ലാം തന്നെ ഇത്രയും പെട്ടെന്ന് വെക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരിക്കലും പോസിബിൾ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് റോഡ് മൊത്തം ബ്ലോക്കാണ്, ആൾക്കാർ കൂടുതലായും പോകുന്നുണ്ട്. ഒരു എയർക്രാഫ്റ്റോ അങ്ങനെ വിമാനമോ ഒന്നുമില്ല. അപ്പോൾ എങ്ങനെ ആൾക്കാർ ഇത്രയും പെട്ടെന്ന് വെക്കേറ്റ് ചെയ്യും? പക്ഷേ അതായത് ട്രംപും ഇസ്രായേലും പറഞ്ഞിരിക്കുന്നത് പരമാവധി എത്രയും പെട്ടെന്ന് വെക്കേറ്റ് ചെയ്തോ എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ ഇറാൻ വലിയൊരു കാര്യം ക്ലെയിം ചെയ്യുന്നത്. അതായത് മൊസാദ് യൂണിറ്റിനെ അവർ അറ്റാക്ക് ചെയ്തു, മൊസാദിന്റെ ഹെഡ്ക്വാർട്ടർ അറ്റാക്ക് ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇസ്രായേൽ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ മൊസാദ് സൈഡിൽ നിന്നോ വലിയൊരു അപ്ഡേറ്റ് ഇതുവരെയും വന്നിട്ടില്ല. പക്ഷേ അത് ഹെഡ്ക്വാർട്ടർ ആണോ എന്തെങ്കിലും ഒന്ന് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്, അത് ഇനി കൂടുതലായിട്ടുള്ള അറ്റാക്കുകൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ തുടക്കം തൊട്ട് പറഞ്ഞിരുന്നു, അതായത് ഇറാൻ കൂടുതലായിട്ടും ഈ യുദ്ധത്തിൽ ഇച്ചിരി എങ്ങാനും അത് മുന്നോട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ടും മിസൈലുകൾ അയക്കുന്നതുകൊണ്ടാണ്. എന്നാൽ ഓരോ ദിവസം പോകുന്തോറും ആ മിസൈലിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ എല്ലാവരും എന്നെ സംഗീതമൊക്കെ വിളിക്കാറുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഗ്രൗണ്ട് റിയാലിറ്റി മാത്രമാണ് ഇത് പറയുന്നത്. അതായത് ഞാൻ ഇന്നലെ ഒരു ചാനൽ കണ്ടു, അതായത് റഷ്യയുടെ ICBM എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയ്ക്കെതിരെ അറ്റാക്ക് ചെയ്യുന്നത്. അതായത് റഷ്യ തന്നെ ഈ യുദ്ധത്തിൽ ഇതുവരെയും ഒന്നും ഓപ്പണായി സംസാരിച്ചില്ല. പക്ഷെ മലയാളികൾ കുറെ പേര് അതായത് റഷ്യ അറ്റാക്ക് ചെയ്യും എന്ന് പറഞ്ഞ് ഇപ്പോഴും ഇരിക്കുകയാണ്. ഇന്നലെ വെറും 50-നും താഴെ മിസൈൽ മാത്രമോ ഇറാനെ കൊണ്ട് അയക്കാൻ സാധിച്ചിട്ടുള്ളൂ. കാരണം അവരുടെ ഏകദേശം 120 അതായത് മിസൈൽ ലോഞ്ചേഴ്സിനെ ഇസ്രായേൽ നശിപ്പിച്ചു എന്ന് ഇസ്രായേൽ ഒഫീഷ്യലി ക്ലെയിം ചെയ്തു. അതായത് മിസൈൽ ലോഞ്ചേഴ്സ് ഇല്ലെങ്കിൽ എത്രമാത്രം മിസൈലുകൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ കാര്യം എന്താണ്, അത് അയക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ഇറാൻ കടന്നു പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള അറ്റാക്കിൽ തന്നെ ഇറാനിലുള്ള 224 പേര് മരണപ്പെട്ടു, 1500-ലധികം കാഷ്വാലിറ്റീസ് ഉണ്ട്. എന്നാൽ നേരെ മറിച്ച് ഇസ്രായേലിലോട്ട് വരികയാണെങ്കിൽ 500-ലും കാഷ്വാലിറ്റി ഇപ്പോൾ വന്നിരിക്കുന്നു. 24 പേര് മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ട്രംപ് ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, അതായത് അവരുടെ കൂടുതൽ ഫൈറ്റർ ജെറ്റ്സ് F-22, F-35 ഇങ്ങനെയുള്ള ഫൈറ്റർ ജെറ്റ്സ് എല്ലാം തന്നെ മെല്ലെ യൂറോപ്പ് അവിടെ നിന്നെല്ലാം തന്നെ മെല്ലെ മിഡിൽ ഈസ്റ്റിലോട്ട് കൊണ്ടുവരാൻ തുടങ്ങിയിരിക്കുന്നു. അത് മാത്രമല്ല UK-യും അവരുടെ ഇമ്പോർട്ടൻറ്റ് ഫൈറ്റർ ജെറ്റ്സ് എല്ലാം തന്നെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. അവരുടെ പല എയർക്രാഫ്റ്റ് കാരിയറുകളും അത് UK-ന്റെയും US-ന്റെയും ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് നോക്കി വരാൻ തുടങ്ങി.
അതുമാത്രമല്ല ബഹ്റൈനിൽ അത് ഡോക്ക് ചെയ്ത പല യുദ്ധക്കപ്പലുകളും ഇപ്പോൾ അമേരിക്കയുടെ മെല്ലെ 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 ഈ ഒരു സൈഡിലോട്ട് നീങ്ങാൻ തുടങ്ങി എന്നുള്ള ഇൻഫർമേഷൻ വരാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു ഭാഗത്ത് പോകുമ്പോഴാണ് ഇന്ത്യൻ ഓഷ്യനിലെ ഡിയാഗോ ഗാർസിയ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തോട്ട് അമേരിക്കയുടെ B2 ബോംബറുകൾ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ B2 ബോംബറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് 200 അടി താഴെയുള്ള ടാർഗറ്റ് വേണമെങ്കിലും ഇത് കൊണ്ടുപോയി ഇത് വെച്ച് ഉപയോഗിച്ച് ബോംബ് ചെയ്യുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കും. ആണവായുധ ശക്തി കൊണ്ടുപോയി ക്യാരി ചെയ്ത് ഡ്രോപ്പ് ചെയ്യാൻ പറ്റിയ ബോംബറുകളാണ് ഈ B2 ബോംബർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബോംബറുകളും ഇപ്പോൾ ഇന്ത്യൻ ഓഷ്യനിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ട്രംപും UK എല്ലാം ചേർന്നുകൊണ്ട് ഇറാന് ഒരു കൂടുതൽ പ്രഷർ കൊടുക്കുകയാണ്. അതായത് ഒന്നെങ്കിൽ സറണ്ടർ ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങളെല്ലാം അറ്റാക്ക് ചെയ്യും എന്നുള്ളത്. എന്നാൽ ഇറാൻ പറയുന്നത് അതായത് ഇതെല്ലാം തന്നെ സൈക്കോളജിക്കൽ വാർഫെയർ ആണ്, ഇതിലൊന്നും ഞങ്ങൾ വീഴില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല US പ്രധാനപ്പെട്ട എയർക്രാഫ്റ്റ് റീഫ്യൂലിംഗ് ജെറ്റുകളും ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ അതായത് സൗദി അറേബ്യയിൽ കൊണ്ടുപോയി നിർത്തിവെച്ചിട്ടുണ്ട്. ഏകദേശം 4 എണ്ണത്തോളം കൊണ്ടുവന്ന് നിർത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒപ്പം പാകിസ്ഥാനിൽ ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത് എന്താ വെച്ചാൽ അതായത് KC-135, RC-135V, വൈപ്പർ 11 എന്നൊക്കെ പറയുന്ന കുറെ സ്പൈ ജെറ്റുകൾ അതായത് സ്പൈ എയർക്രാഫ്റ്റുകളെല്ലാം തന്നെ ഇറാന്റെ ബോർഡറിലൂടെ മൊത്തം പറപ്പിച്ചുകൊണ്ട് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം അതുപോലെ തന്നെ അവരുടെ ന്യൂക്ലിയർ സൈറ്റുകൾ ഇങ്ങനെയുള്ള പരമാവധി എല്ലാ ഇൻഫർമേഷനും കളക്ട് ചെയ്തുകൊണ്ട് അത് കൃത്യമായി ഇസ്രായേലിന് കൊടുക്കുകയാണ് പാകിസ്ഥാൻ. ഇപ്പോൾ അവർക്കെതിരെയുള്ള സ്പൈ വർക്കിനും അമേരിക്കയ്ക്ക് സ്വന്തം എയർ സ്പേസ് കൊടുക്കുന്നത് ഇറാന്റെ ബാക്കിൽ കുത്തി എന്നുള്ളത് തന്നെ സത്യം പറയാം. കാരണം എന്താ വെച്ചാൽ അത് ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരു ബ്രദർഹുഡ് ഉണ്ടാക്കാൻ പോവുക എന്ന് പറയുന്ന ഇതേ പാകിസ്ഥാനാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇറാൻ സ്വന്തമായിട്ടൊരു യുദ്ധം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ജയിച്ചു എന്ന് വരും. പക്ഷെ ഇവരെ കൂട്ടി കഴിഞ്ഞാൽ അപ്പം തോൽക്കും എന്നുള്ള യാതൊരുവിധ സംശയവുമില്ല. പിന്നിൽ നിന്ന് എങ്ങനെ കുത്താമെന്ന് പ്രത്യേകം ട്രെയിനിങ് എടുത്ത ആൾക്കാരാണ് ഇവര്.